ആസ്മ എന്ന രോഗം നമ്മൾ എപ്പോഴാണ് ചികിത്സിക്കേണ്ടത്? പലപ്പോഴും ഞാൻ എൻ്റെ രോഗികളിൽ കാണുന്നതാണ്. അവർക്ക് ശ്വാസം മുട്ടൽ വരിക. അവർ ഇൻഹേലർ എടുക്കാൻ മടിയാണ് പൊതുവേ ആൾക്കാർക്ക്. പക്ഷേ ഇൻഹേലർ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും ആ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇൻഹേലർ എടുക്കുക. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ശ്വാസം മുട്ടൽ വരിക. അപ്പോൾ ആ സമയത്ത് പിന്നെ ഇൻഹേലർ എടുക്കുക. അങ്ങനെ ആഴ്ചയിൽ ഒരു 4-5 തവണയെങ്കിലും ഇൻഹേലർ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം എടുക്കുക. നമുക്കൊരാഴ്ചയിൽ 3 കൂടുതലോ തവണ നമുക്ക് ശ്വാസതടസ്സം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ആസ്മ നിയന്ത്രണത്തിലല്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ചെയ്യേണ്ടത് ഡോക്ടറിനെ കണ്ട് നിങ്ങളുടെ ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ആസ്മയ്ക്കുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇൻഹേലർ റെഗുലറായിട്ട് ഉപയോഗിക്കണം. നമ്മൾ ആവശ്യം വരുമ്പോൾ എടുക്കുന്നതിനാണ് നമ്മൾ റെസ്ക്യൂ തെറാപ്പി എന്ന് പറയുന്നത്. അതായത് ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ഇൻഹേലർ. അതേ സമയത്ത് നമുക്ക് കൂടെ അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് മെയിൻ്റനൻസ് ആയിട്ട് കൊടുക്കണം. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ കണ്ടിട്ട് രാവിലെയും രാത്രി എടുക്കാനായിരിക്കും പറയുന്നത്. അങ്ങനെ മെയിൻ്റനൻസ് ഇൻഹേലർ കൊടുത്തിട്ട് ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് എടുത്ത് അത് നിയന്ത്രണത്തിനാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ ഇൻഹേലർ കുറച്ച് കൊണ്ടുവന്നിട്ട് അത് നിർത്തുന്നത്.